ഇതില് കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ജെം ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്തായാലും ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ അടിപൊളി ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് ആസ് എ ജെഇ ആസ്പിറന്റ്, ജെഇക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പീറ്റർ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ പോവരുത്. വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ പറയുന്നുള്ളൂ, ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഏതാണെന്ന് അറിയോ? ജെനറ്റിക്സും മോളിക്കുലാർ ബയോളജി, അതായത് നമ്മൾ ജെനറ്റിക്സ് 1 and 2. അതിൽ നിന്നും മാത്രം 2025 പേപ്പറിൽ നിന്ന് 27% മാർക്കുകളും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ജെനറ്റിക്സിൽ നിന്ന് മാത്രം, ജെനറ്റിക്സും മോളിക്കുലാർ ബയോളജിയിൽ നിന്നും മാത്രം 27% ആണ് 2025 പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ജെഇക്കാർ എന്തായാലും ഇത് എഴുതണമെന്ന് അല്ലെങ്കിൽ ഇത് പഠിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ഇത് വലിയ കാര്യമല്ല നിങ്ങൾക്ക്. നിങ്ങൾ ഓൾറെഡി ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത ആൾക്കാരാ. അപ്പൊ ഇത് കോൺസെപ്ഷ്യൽ, ഹൈലി കോൺസെപ്ഷ്യൽ ആൻഡ് ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ഉണ്ടാവുക. ആൻഡ് എല്ലാ വർഷവും ഈ ഒരു ഭാഗത്ത് നിന്ന് ജെനറ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നെവർ സ്കിപ്പ് ദിസ് ടോപ്പിക്.